ഗരുഡവ്യൂഹം ഒരു സംവാദ മത്സരമാണ്. അതിനായി ക്രിസ് വേണുഗോപാലിനെ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്, അപ്പൊ ഇതിൽ നമുക്ക് ഇന്നത്തെ മത്സരാർത്ഥികളെ ഏതായാലും സ്വാഗതം ചെയ്യാം അല്ലെ? സ്വാഗതം ചെയ്യാം ചിന്മയ വിദ്യാലയ, ചന്ദനത്തോപ്പ്, കൊല്ലം. സ്വാഗതം ചെയ്യാം ഭവൻസ് വിദ്യാമന്ദിർ, മഞ്ഞപ്പുറ, പാലക്കാട്. പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണോ? എന്റെ പേര് കൃഷ്ണ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് ആവണി, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണോ? എന്റെ പേര് സുദേവ്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് ദേവപ്രസാദ്, ഞാനും 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ മഹാഭാരതത്തിലെ ഒരു വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും നിങ്ങളുടെ സംവാദ മത്സരം തുടങ്ങാൻ പോകുന്നത്. ഇപ്പൊ തന്നെ അതിന് വേണ്ട പ്രിപ്പറേഷനൊക്കെ മനസ്സിലിങ്ങനെ എന്ത് വന്നാലും വിട്ടുകൊടുക്കരുത്, എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാൻ മൈക്ക് താഴെ വെക്കുള്ളൂ എന്നല്ലേ? തുടങ്ങാം. നിങ്ങളുടെ സമ്മതം കിട്ടിയാലേ ഞാൻ തുടങ്ങുള്ളൂ. തുടങ്ങാം. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ക്രിസ് പറയും. പതിവ് പോലെ ഒരു വിഷയത്തിന് 4 മിനിറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഈ 4 മിനിറ്റിൽ നിങ്ങളുടെ വസ്തുതകൾ എത്ര നന്നായി നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നു, നിങ്ങളുടെ ശൈലി, അതിൻ്റെ കറക്റ്റ്നെസ്, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എത്രത്തോളമാണ് അറിവുള്ളത് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മാർക്കിന് അടിസ്ഥാനമാവുക. അങ്ങനെ 2 വിഷയമായിരിക്കും നിങ്ങൾ കൈകാര്യം ചെയ്യുക. ഇതിന് മാർക്ക് ലഭിക്കുന്നത് ആചാര്യസഭയിൽ നിന്നും ഓരോ വ്യക്തികളിൽ നിന്നും 10 മാർക്ക് വീതം ലഭിക്കും. അങ്ങനെ 2 വിഷയം കൂടി ചേർത്ത് 60 മാർക്ക് വരെ നേടാൻ സാധിക്കുന്ന ഒരു റൗണ്ടാണ്. അപ്പോൾ തയ്യാറാണല്ലോ? സംശയമൊന്നുമില്ല? ഓക്കെ, സംവദിക്കാം. ഏത് വിഷയമാണ് ക്രിസ് ഇവർക്ക് ആദ്യം നൽകുന്നത്? കുറച്ചൊന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. വാനപ്രസ്ഥത്തിനെ കുറിച്ചാണ്. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വിതുരരും വാനപ്രസ്ഥത്തിന് പോകുന്ന സമയത്ത് പാണ്ഡവരെ ഉപേക്ഷിച്ച് കുന്തി കൂടെ പോകുന്നു. ആ ഒരു ഘട്ടത്തിൽ അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ഇന്നത്തെ ആദ്യത്തെ വിഷയം. അതായത് വാനപ്രസ്ഥം നടക്കുന്ന സമയത്ത്, അതായത് വാനപ്രസ്ഥത്തിന് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വിതുരരും പോകുന്ന സമയത്ത് കുന്തി കൂടെ പോയത്, പാണ്ഡവരെ ഉപേക്ഷിച്ച് പോയത് ശരി എന്നാണ് ചിന്മയ വിദ്യാലയം, ചന്ദനത്തോപ്പ് വാദിക്കാൻ പോകുന്നത്. തെറ്റാണെന്ന് ഭവൻസ് വിദ്യാമന്ദിർ വാദിക്കും, പാലക്കാട്. ഓക്കെ, നിങ്ങളുടെ സമയം ഇത് ആരംഭിക്കുന്നു. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വിതുരരും വാനപ്രസ്ഥത്തിന് പോയപ്പോൾ പാണ്ഡവരെ ഉപേക്ഷിച്ച് പോയ കുന്തിദേവി തീർച്ചയായും ശരി തന്നെയാണ്. കാരണം ധൃതരാഷ്ട്രർ ജന്മന അന്ധനാണ്. അതുകൊണ്ട് തന്നെ കണ്ണു മൂടിക്കെട്ടി സ്വയം അന്ധത വരിച്ചു ഗാന്ധാരിയും. അങ്ങനെയുള്ള 2 അന്ധരെ സംരക്ഷിക്കാൻ സ്വയം സന്നദ്ധ കാട്ടിയ കുന്തിദേവി തീർച്ചയായും ശരി തന്നെയാണ്. കാരണം മാധവ സേവ എന്നാൽ മാനവ സേവയാണ്. മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നതും നിസ്വാർത്ഥ സേവനമാണ്. സുഹൃത്തെ, ഇവിടെ കാണുന്നത് വാനപ്രസ്ഥം എന്നൊരവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം പരിത്യജിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അവിടെ ഒരു സേവനത്തിൻ്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് കുന്തിദേവി അവിടെ സേവിക്കാൻ പോകുന്നത് തീരെ ആവശ്യമില്ല. അതുകൊണ്ട് കുന്തിദേവി വാനപ്രസ്ഥത്തിന് പോയത് തികച്ചും തെറ്റാണ്. അവിടെ ധൃതരാഷ്ട്രം ഗാന്ധാരിയും ഇന്നലെയും മിഞ്ഞാന്നായിട്ടൊന്നും അന്ധരായവരല്ല. അവർ കുറെ കാലങ്ങളായി അന്ധരായവരാണ്. അതുകൊണ്ട് അവർക്ക് അന്ധരായ കണ്ണുമൂടി കെട്ടിയിട്ടാണെങ്കിലും കണ്ണ് കാണാണ്ടാണെങ്കിലും അവർക്ക് ജീവിക്കാൻ അവർക്കറിയാം. അവർക്ക് വിഷമമുണ്ട്. തൻ്റെ പുത്രന്മാർ നഷ്ടപ്പെട്ട വിഷമവും അവരെ സേവിക്കാൻ മാത്രമല്ല അവരെ സംരക്ഷിക്കാൻ കൂടിയാണ് കുന്തിദേവി പോയത്. അങ്ങനെയാണെങ്കിൽ നിക്ക് സുഹൃത്തെ, കുന്തിദേവി അവരുടെ കൂടെ പോയി. അപ്പോൾ പുത്രന്മാരുടെ വിരഹമല്ലേ അവരെ അങ്ങോട്ട് വാനപ്രസ്ഥത്തേക്ക് പോകാൻ ആക്കിയത്. അപ്പോൾ കുന്തിദേവി കൂടെ പോയാൽ ഒരു കരടായിട്ടല്ലേ പോകുന്നത്. അവിടെ ഭീമസേനനെ ഓർമ്മിപ്പിക്കും. ഭീമസേനനെ ഓർക്കുമ്പോൾ അവർക്ക് തൻ്റെ മക്കൾ മരിക്കുന്ന വേദന, അതാണ് അവിടെ വരുന്നത്. പിന്നെ അവിടെ രാജാമാതാവിൻ്റെ കടമ ഉപേക്ഷിച്ചു കൊണ്ടാണ് കുന്തിദേവി അങ്ങോട്ട് ഇവരുടെ കൂടെ വാനപ്രസ്ഥത്തിന് പോകുന്നത്. അപ്പോൾ ധർമ്മച്യുതിയും മാർഗഭ്രംശവും പാണ്ഡവർക്ക് വന്നേന്ന് വെക്കാം. അതിനെ വരാതെ നോക്കേണ്ട കടമ കുന്തിക്കാണ്. അത് അവിടെ പാലിക്കാതെയാണല്ലോ കുന്തിദേവി പോകുന്നത്. സുഹൃത്തെ, ഭാരതീയ യുദ്ധത്തിന് ശേഷം 15 വർഷത്തോളം ഈ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും പാണ്ഡവന്മാരോട് ഒപ്പം കഴിഞ്ഞു. അപ്പോഴീ പുത്രവിരഹമൊന്നും അവർക്ക് തോന്നിയില്ലേ? അവർ ആ 15 വർഷം വെറുതെ അല്ല സുഹൃത്തെ ഇരിക്കണ്ടായിരുന്നത്. ഉപവാസമാണ് അവർ അനുഷ്ഠിക്കേണ്ടായിരുന്നത്. ഉപവാസം വാനപ്രസ്ഥത്തിന് പോകുന്നതിനേക്കാളും ഉപവാസം അനുഷ്ഠിക്കണം. ഓക്കെ, ഞാൻ ഇടപെടുന്നു. ഒരു സെക്കൻഡ് ഞാൻ ഇടപെടുന്നു. നിങ്ങൾക്ക് ഒരു പോയിന്റ് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കൈ ഉയർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്കും അതുപോലെ തന്നെ. ഓക്കെ, തുടരാം. ഉപവാസം അനുഷ്ഠിക്കുകയാണ്. അത് 15 വർഷം അവർ ഉപവാസം അനുഷ്ഠിക്കും. ദർഭപ്പുല്ല് വിരിച്ചിട്ടാണ് അവർ
അതിൽ തോല് വെച്ചിട്ടാണ് അവർ കിടക്കുന്നത്. കുന്തിയാണെങ്കിൽ പട്ടുമെത്തയിലാണ് കിടക്കുന്നത്. ഒരു ഉപവാസം അനുഷ്ഠിക്കാണ്ടാണ് കുന്തി അങ്ങോട്ട് പോകും. ഇങ്ങനെ ഉപവാസം അനുഷ്ഠിക്കുന്ന ധൃതരാഷ്ട്രനും ഗാന്ധാരി, പക്ഷെ കുന്തി ദേവി സന്തോഷിച്ചാണ് ജീവിക്കുന്നത്. തന്റെ മൂത്തപുത്രൻ കർണൻ പോയ വിലാപമുണ്ടായിരുന്നു. ആ പുത്രദുഃഖം കർണനെ ചെറുപ്പത്തിൽ പുഴയിൽ ഒഴുക്കി വിടുമ്പോൾ കുന്തിക്ക് തോന്നിയില്ലേ? അത് ഭഗവാന്റെ നിയോഗം തന്നെയായിരുന്നു. കന്യാഗർഭം തനിക്ക് ആരും അറിയാതെ കിട്ടിയ കുട്ടിയെ പുറത്ത് പ്രകടിപ്പിക്കാൻ ആർക്കും ഒരു മടി കാണും. അങ്ങനെ ഭാവിയിലും അത് പറഞ്ഞില്ലല്ലോ, ഭാവിയിലും അത് പറഞ്ഞില്ല. ആ യുദ്ധത്തിന് തൊട്ടു മുമ്പ് ഒരു പുത്രഭിക്ഷയാണ് അവിടെ ചോദിച്ചത്. കർണന് കുന്തിക്കറിയാം കർണൻ തൻ്റെ 5 മക്കളെയും വധിക്കാനുള്ള കൽപ്പുണ്ടെന്ന, അർജുനനൊഴികെ 4 എന്നായാലും ആ 4 പേരെ രക്ഷിക്കണമെന്ന് കുന്തി യാചിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ധൃതരാഷ്ട്രവും ഗാന്ധാരിയും പ്രജകളോടും ഒരു മിനിറ്റ് കൂടിയുണ്ട്, വേഗം തീർക്കാം. പ്രജകളോടും രാജാവിനോടും അനുവാദം ചോദിച്ചിട്ടാണ് വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നത്. കുന്തി ദേവി ആണെങ്കിലോ നിങ്ങൾക്ക് പറയാം. കുന്തിദേവി തന്റെ പുത്രന്മാരെ ഉപേക്ഷിച്ചിട്ട് മാത്രമല്ല പോകുന്നത്, പക്ഷേ തന്റെ മൂത്തപുത്രനായ കർണനോട് ചെയ്ത വഞ്ചനയ്ക്ക് പരിഹാരം നേടുവാൻ വേണ്ടി കൂടിയാണ് തപോഭൂമിയിൽ പോകുന്നത്. അവിടെ കുന്തി ദേവി യുധിഷ്ഠിരന്റെ അടുത്ത് അനുവാദം ചോദിക്കുന്നുണ്ട്, അവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് നിഷേധിച്ചു. ധൃതരാഷ്ട്രൻ ഗാന്ധാരിയും പറഞ്ഞിട്ടുണ്ട് കുന്തി നീ വരണ്ട, അവിടെ പുത്രന്മാരോടൊപ്പം ഇരിക്കുമെന്ന്. പിന്നെ എന്തിനാ കുന്തി അവിടെ പോകുന്നത്? അതൊരു സ്വാർത്ഥ താല്പര്യം തന്നെയാണ് കുന്തി. സ്വാർത്ഥ താല്പര്യം മാത്രമല്ല കുന്തി ദേവിക്ക് അവിടെ വനവാസം. കുന്തി ദേവി അല്ല യുധിഷ്ഠിരനും മറ്റ് സഹോദരന്മാരും പാഞ്ചാലിയും വനവാസത്തിന് പോകുമ്പോൾ അവിടെ കുന്തി ദേവി വരുമ്പോൾ അവര് അനുവദിക്കുന്നില്ല. അപ്പോൾ യുധിഷ്ഠിരന്റെ വാക്ക് കേൾക്കാമെങ്കിൽ ഇപ്പോൾ എന്താ യുധിഷ്ഠിരന്റെ വാക്ക് കേട്ടുകൂടെ? മോക്ഷമാണ് ലക്ഷ്യമെങ്കിൽ കുന്തി ദേവിക്ക്